നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാണ് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരതയെ തുടച്ചു നീക്കാൻ എല്ലാവിധ നടപടികളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ചെനാബ് നദിക്ക് കുറുകെയുള്ള സലാൽ ഡാമിന്റെയും ബംഗ്ലിഹാർ ഡാമിന്റെയും കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നത്. ചെനാബ് നദിയിലാണ് ഈ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെയും ഡാമിന്റെ ഷട്ടറുകൾ പല ഘട്ടങ്ങളിലായി തുറന്നിരുന്നു. കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ഭീതിയും നിലനിന്നിരുന്നു. ഇപ്പോഴത്തെ ജമ്മു കശ്മീരിലെ ചെനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ സലാൽ, ബഹ്ലിഗർ അണക്കെട്ടുകളിലെ എക്കൽ നീക്കൽ നടപടികൾ വേഗത്തിലാക്കുകയാണെന്നാണ് വിവരം. എക്കൽ നീക്കുന്നത് മാസം തോറും നടത്താൻ ഇന്ത്യ നടപടികൾ തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ എതിർത്താലും പുല്ല് വിലയായിരിക്കും കൽപ്പിക്കുക. വൈദ്യുതി ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് ഡാമിലെ എക്കൽ നീക്കുന്നതെന്നാണ് ഇന്ത്യയുടെ വിശദീകരണം. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ നടത്തിയ എക്കൽ മണൽ നീക്കം ഇനി എല്ലാ മാസവും നടത്താമെന്നാണ് കേന്ദ്ര ജല കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീ ജല ഉടമ്പടി നിർത്തിവച്ചിരുന്നു. പിന്നാലെ സലാൽ, ബഗ്ലിഗാർ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം ഒഴുകുന്നത് ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കുകയും പിന്നീട് മുന്നറിയിപ്പില്ലാതെ തുറക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എക്കൽ നീക്കൽ നടപടികൾ നടത്തിയത്. 1987 സലാൽ അണക്കെട്ട് നിർമ്മിച്ചത്. 2009 ബാംഗ്ലിഹാർ അണക്കെട്ട് നിർമ്മിക്കുന്നത്. നേരത്തെ ഈ അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വൃത്തിയാക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയെങ്കിലും പാകിസ്ഥാന്റെ എതിർപ്പ് കാരണം പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഡാമുകളിലെ മണ്ണും ചെളിയും നീക്കം ചെയ്ത് ഒഴുക്ക് വർദ്ധിപ്പിച്ചാൽ പാക്കിലേക്ക് അധിക ജലം എത്തുമെന്നും ഇതുവഴി പ്രളയത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് പാകിസ്ഥാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം 1987 സലാൽ അണക്കെട്ടും 2008-2009 ബാംഗ്ലിഹാർ അണക്കെട്ടും നിർമ്മിച്ചതിനു ശേഷം ആദ്യമായാണ് അടുത്തിടെ എക്കൽ നീക്കിയത്. നേരത്തെ പാകിസ്ഥാൻ ആവർത്തിച്ച എതിർപ്പ് ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രവർത്തികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. സലാൽ, ബാംഗ്ലിഹാർ റിസർവോയറുകളിൽ നിന്ന് 7.5 ദശലക്ഷം ക്യൂബിക് മീറ്റർ കൂടുതൽ എക്കൽ അവശിഷ്ടം നീക്കം ചെയ്തതായി കേന്ദ്ര ജല കമ്മീഷണർ വൃത്തങ്ങൾ അറിയിച്ചു. കാലക്രമേണ ജലസംഭരണങ്ങളിൽ അടഞ്ഞുകൂടുന്ന മണൽ, ചെളി, കളിമണ്ണ് എന്നിവ നീക്കം ചെയ്യുന്നതിനായി സംഭരിച്ച വെള്ളം തുറന്നുവിടുന്നതാണ് ഫ്ലഷിംഗ്. എക്കൽ അവശിഷ്ടങ്ങൾ ജലസംഭരണി ശേഷി കുറയ്ക്കുകയും ജലവൈദ്യുത ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. പതിവായി എക്കൽ നീക്കുന്നതിലൂടെ അണക്കെട്ടിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താം. അണക്കെട്ടിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം പെട്ടെന്ന് ഒഴുകി വിടുമ്പോൾ പാകിസ്ഥാനിലെ പല ജനവാസ മേഖലകളിലും വെള്ളം കയറാൻ ഇടയാക്കുമെന്നും എല്ലാ മാസവും ഇത് തുടർന്നാൽ ആവശ്യഘട്ടത്തിൽ കൃഷിക്ക് വെള്ളം ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ നടപടികളെ എതിർക്കുന്നത്. ഇതോടൊപ്പം അണക്കെട്ടുകളുടെ സംഭരണ ശേഷി കൂട്ടിയാൽ ഇന്ത്യ കൂടുതൽ വെള്ളം സംഭരിക്കുമെന്നും ഞങ്ങൾക്ക് വെള്ളം ലഭിക്കില്ലെന്നും പാകിസ്ഥാൻ ഭയക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ നീക്കങ്ങളെ അന്താരാഷ്ട്ര തലത്തിലടക്കം പാകിസ്ഥാൻ എതിർക്കാൻ കാരണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺതാഴം. 8 കരകളുടെയും നാഥനായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദ സത്രം. ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദ സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതൊരു മഹാക്ഷേത്രമാണ്. 1200-1500 വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക്, ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം, ഈ 8 കരയിൽ നിന്ന് ഉള്ളതല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടേതും ഉണ്ടാകണം. ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.